السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന സമയത്തിലും സന്ദർഭത്തിലുമാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഇത്തരത്തിലൊരു അവസ്ഥ, അനുകൂലമായ അവസ്ഥയെ പ്രദാനം ചെയ്ത അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലാഹുവിൻ്റെ മഹത്തരമായ നാമങ്ങളിൽപ്പെട്ട അസ്സമീഉ എന്നുള്ള വിശുദ്ധമായ നാമത്തെക്കുറിച്ച്. എന്തിനാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിനെ കൂടുതൽ അറിയാനും അതിലൂടെ അവനിലേക്ക് അടുക്കുവാനും ആത്മാർത്ഥമായി അല്ലാഹുവിനോട് വിളിച്ചു തേടുവാനുമാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ 45 തവണ അല്ലാഹു ആവർത്തിച്ചിട്ടുള്ള ഒരു നാമമാണ് അസ്സമീഉ. അസ്സമീഉ എന്ന് പറഞ്ഞ നാമത്തിൻ്റെ അർത്ഥം സസൂക്ഷ്മം കേൾക്കുന്നവൻ, സൂക്ഷ്മമായി കേൾക്കുന്നവൻ എന്നാണ്. സാമിഉ എന്നാൽ അറബി ഭാഷയിൽ കേൾക്കുന്നവൻ എന്നാണ് അർത്ഥം. സാമിഉ അതിൻ്റെ സിഅത്തുൻ മുബാലഗ, ഏറ്റവും ഉന്നതമായ കേൾവിക്കാണ് അസ്സമീഉ എന്ന് പറയുക. അല്ലാഹുവിൻ്റെ കേൾവിയുടെ പ്രത്യേകത അടുത്തുള്ളത്, അകന്നത്, അല്ലെങ്കിൽ നേർത്തത്, കടുത്തത്, ചെറുത്, വലുത് തുടങ്ങിയ വ്യത്യാസങ്ങളൊന്നും അതിലില്ല. എല്ലാം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്. നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസാരം ഇനി നിങ്ങൾ മെല്ലെ നിങ്ങളുടെ മനസ്സിനോട് സംസാരിച്ചാലടക്കം അല്ലാഹു അത് കേൾക്കുന്നുണ്ട്. അതാണ് അല്ലാഹുവിൻ്റെ കേൾവി എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിൻ്റെ കേൾവിക്ക് മുന്നിൽ അവനെ കേൾപ്പിക്കുന്നവരുടെ എണ്ണം അല്ലാഹുവിന് പ്രശ്നമല്ല. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കാൻ കഴിയും. ഒന്നിലധികം പേർ നമ്മളോട് സംസാരിച്ചാൽ
നമ്മളെന്താ പറയാ? ആരെങ്കിലും ഒരാൾ സംസാരിക്കൂ എന്നാണ്. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. എത്രായിരം പേർ ഒരേ തവണ വിളിച്ചാലും, എത്ര ശബ്ദത്തിൻ്റെ വേരിയേഷനിൽ വിളിച്ചാലും, എത്ര ഭാഷകളിൽ ഒരേ സമയം വിളിച്ചാലും, എത്ര വിഷയങ്ങൾ പല കോലത്തിൽ പറഞ്ഞാലും എല്ലാം തന്നെ കൃത്യമായി അള്ളാഹു കേൾക്കുന്നു എന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാ പറയുന്നതായി കാണാം, ഫലികുല്ലി സൗത്തിൻ മിൻഹു സമഉൻ ഹാദിറു ഫസ്സിറു വൽ ഇഗ്ലാനു വൽ മുസ്തഗിയാൻ. ഫലികുല്ലി സൗത്തിൻ മിൻഹു സമഉൻ ഹാദിറു, എല്ലാ ശബ്ദങ്ങൾക്കും അള്ളാഹുവിൻ്റെ കേൾവിയുണ്ട്. എല്ലാ ശബ്ദങ്ങൾക്കും അള്ളാഹുവിൻ്റെ കേൾവിയുണ്ട്. അതിനി ഫസ്സിറു വൽ ഇഗ്ലാനു വൽ മുസ്തഗിയാൻ, രഹസ്യവും പരസ്യവും എല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. അള്ളാഹുവിൻ്റെ കേൾവി എല്ലാം തന്നെ അത് രഹസ്യമായാലും പരസ്യമായാലും തുല്യമാണ്. ഒരിക്കൽ മക്കയിൽ രണ്ട് ഖുറൈശികളും ഒരു ബനൂ സഖീഫ് ഗോത്രക്കാരൻ തമ്മിലൊരു സംസാരം നടക്കുക. രണ്ട് ഖുറൈശികളും ഒരു ബനൂ സഖീഫ് ഗോത്രക്കാരൻ. ത്വായിഫിലുള്ള ഗോത്രമാണ് ബനൂ സഖീഫ്. അതിൽ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, അത്തറൗന അന്നല്ലാഹ നസ്മഉ മാ തഖൂൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ പറയുന്നതൊക്കെ അല്ലാഹു കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന, ഉറക്കെ പറഞ്ഞാൽ കേൾക്കും. അള്ളാഹിനെ കുറിച്ചാണ് ഈ പറയണേ. ഉറക്കെ പറഞ്ഞാല് കേൾക്കും. വലാ യസ്മഉ ഇൻ അഖ്ഫൈൻ, പതുക്കെയാണ് നമ്മൾ പറയണമെങ്കിൽ അള്ളാഹു കേൾക്കൂല. ഇതാണ് അവർക്കിടയിലുള്ള ചർച്ച. അപ്പൊ ഇത് കേട്ടു നിൽക്കുന്ന മൂന്നാമൻ പറഞ്ഞു, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈൻ, നമ്മൾ ഉറക്കെ പറഞ്ഞാൽ അല്ലാഹു കേൾക്കുമെങ്കിൽ, ഉറക്കെ പറഞ്ഞാൽ അല്ലാഹു കേൾക്കുമെങ്കിൽ പതുക്കെ പറഞ്ഞാലും അല്ലാഹു കേൾക്കും എന്ന് മൂന്നാമൻ പറഞ്ഞു. ഇവരുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി. 41 അധ്യായത്തിന്റെ 22 വചനം. ഏതാണ് വചനം? വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സ്വാറുക്കും വലാ ജുലൂദുക്കും വലാകിൻ ളനൻതും അന്നല്ലാഹ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. ഈ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. നാളെ പരലോകത്ത് അവിശ്വാസികളെ വിചാരണക്കെടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ചോദ്യമാണിത്. എന്താണ് ചോദ്യം? നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ തൊലികളും
നിങ്ങൾക്കെതിരിൽ സാക്ഷി പറയുമെന്ന് വിചാരിച്ച് അവയിൽ നിന്ന് മറഞ്ഞും ഒളിഞ്ഞും നിങ്ങൾ ഒരിക്കലും നിൽക്കാറുണ്ടായിരുന്നില്ല. കാരണം അല്ലാഹ് കേൾക്കൂല, ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നായിരുന്നു നിങ്ങളുടെ വാദം. പക്ഷെ ഇതൊക്കെ ഞാൻ കേൾക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ നിന്നും മാറാതെ എല്ലാം പ്രകടമായി പേടിയില്ലാതെ നിങ്ങൾ ചെയ്തിരുന്നു. നിങ്ങൾ വിചാരിച്ചിരുന്നത് എന്തായിരുന്നു? അവിശ്വാസികളോട് നാളെ പറയാൻ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നില്ല എന്നായിരുന്നു നിങ്ങൾ വിചാരിച്ചിരുന്നത്. സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്താണ്. ഈ സംഭവത്തിൽ നമുക്ക് എന്താ മനസ്സിലായത്? അല്ലാഹുവിനെ കുറിച്ചുണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകളുടെ ധാരണ എന്തായിരുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലായത്. ഓലെ വാദം എന്തായിരുന്നു? ഉറക്കെ പറഞ്ഞാല് കേൾക്കും, മെല്ലെ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ മൂന്നാമൻ തിരുത്തി കൊടുത്തെന്താ? ഉറക്കെ പറഞ്ഞ കേൾക്കുമെങ്കിൽ മെല്ലെ പറഞ്ഞാലും കേൾക്കും. അപ്പൊ അല്ലാഹ് ആയത്തിറക്കി, നിങ്ങൾ പറയുന്നത് ചിലത് ഞാൻ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ കേൾവികളും നിങ്ങളുടെ തൊലികളും നിങ്ങൾക്ക് അതിൽ സാക്ഷി പറയുമെന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അതിൽ നിന്ന് മാറുന്നില്ല. കാരണം അല്ലാഹ് കേൾക്കൂല എന്നായിരുന്നു നിങ്ങളുടെ വാദം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരുത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അല്ലാഹുവിൻ്റെ കേൾവിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നുണ്ടെന്നറിയോ? നമ്മുടെ സംസാരങ്ങളും നമ്മുടെ മന്ത്രിക്കലുകളും എത്ര വലുതായാലും ചെറുതായാലും നിഗൂഢമായാലും റഹ്മാനായ റബ്ബ് വളരെ ക്ലാരിറ്റിയിൽ അത് കേൾക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് ഒരു സ്ത്രീ വന്നു. അവരുടെ പേര് ഖൗല ബിൻതു സഅലബ. ഖൗലയായിരുന്നു അവരുടെ പേര്. അവർ എന്തിനാ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവർ വന്നത് സ്വന്തം ഭർത്താവിൻ്റെ വിഷയത്തിൽ ഒരു കംപ്ലൈന്റ് ബോധിപ്പിക്കാനാണ്. സ്വന്തം ഭർത്താവിൻ്റെ വിഷയത്തിൽ ഒരു കംപ്ലൈന്റ് പറയാനാണ്. എന്തായിരുന്നു കംപ്ലൈന്റ്? നബിയെ, എൻ്റെ ഭർത്താവ് എന്നെ ലിഹാറ് നടത്തി. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നൊരു സമ്പ്രദായമാണത്, ലിഹാർ നടത്തുക. ലിഹാർ എന്ന് പറഞ്ഞാൽ അൻതി അലയ്യ കലഹിരി ഉമ്മി, അതാണ് ലിഹാർ. ഒരു സുപ്രഭാതത്തിൽ താൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയോട് പറയാണ്, ഇന്നു മുതൽ നീ എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് എനിക്ക്. സ്വന്തം ഉമ്മാനെ നമ്മൾ എങ്ങനെ കാണണോ അതേപോലെയാണ് ഇന്നു മുതൽ ഞാൻ നിന്നെ കാണുക. അതിന് ലിഹാർ എന്ന് പറയാം. അന്നത്തെ ലിഹാറിന്റെ ഹുക്കുമ് തൊലാഖിന്റെ ഹുക്കുമായിരുന്നു. തൊലാഖ് ചൊല്ലിയ പോലെയാണ് ലിഹാർ ചൊല്ലിയാൽ. ഇത് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു നബിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖൗല വരുന്നത്. ഖൗലക്കാകട്ടെ ധാരാളം ചെറിയ കുട്ടികളുണ്ട്. ഒന്നൊന്നല്ല, രണ്ടൊന്നല്ല, 3-4 ഉണ്ട്. ഖൗലക്കാണെങ്കിൽ ഏതാണ്ട് വയസ്സായിട്ടുണ്ട്, വാർദ്ധക്യത്തിന്റെ സ്റ്റേജിലാണ്. അവർ പറഞ്ഞു, നബിയെ, എൻ്റെ നല്ല പ്രായം മുഴുവൻ എൻ്റെ ഭർത്താവ് കവർന്നെടുത്തു. എൻ്റെ നല്ല പ്രായം മുഴുവൻ എൻ്റെ ഭർത്താവ് കവർന്നെടുത്തു. ആ ഭർത്താവിൻ്റെ പേര് ഔസ് ബിൻ സ്വാമിത്, സഹാബിയാണ്. ഔസ് ബിൻ സ്വാമിത് കവർന്നെടുത്തു. ഈ വാർദ്ധക്യ സമയത്ത് എന്നെ ലിഹാർ നടത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും? അതാണ് പരാതി. എൻ്റെ കുട്ടികളെ ഞാൻ ഔസനെ ഏൽപ്പിച്ച് പോകാമെന്ന് വിചാരിച്ച് അത് നടക്കൂല. അങ്ങനെ ഓപ്ഷനുമില്ല. കാരണം എന്താ? അവരെ വളർത്താനും സംരക്ഷിക്കാനും
ഇനി ഞാൻ ഈ കുട്ടികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അതിനു മാത്രം പ്രായം എൻ്റെ കുട്ടികൾക്കായിട്ടില്ല. മുല കുടിക്കേണ്ട സമയത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവർ നബിയോട് ചോദിച്ചു, നബിയെ, എന്താണ് എൻ്റെ വിഷയത്തിലുള്ള വിധി? ഞാൻ മൊഴി ചൊല്ലപ്പെട്ടവൾ തന്നെയാണോ? ഒരു പെണ്ണിന്റെ വികാരമാണ്, സങ്കടമാണ്. ഇതൊക്കെ ഹൗല നബിയോട് പറയുന്നത് എങ്ങനെയായിരുന്നു അറിയോ? മെല്ലെയായിരുന്നു. ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നബിയോട് സ്വകാര്യം പറയണ പോലെയാണ് പറയണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണത് പറഞ്ഞിരുന്നത് നമുക്ക്. ആയിഷ ബീവി പറയണേ, എൻ്റെ ഹുജറയുടെ മൂലയിൽ ഇരുന്നു കൊണ്ടാണ് ഈ സംസാരം തൊട്ടപ്പുറത്ത് നിന്ന് ഞാൻ കേൾക്കാൻ ശ്രമിച്ചത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഹൗല നബിയോട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ കേട്ട് നിന്നിട്ട് നമ്മുടെ ഹബീബ് ഹൗലയോട് പറഞ്ഞെന്തറിയോ? നിങ്ങൾ ഔസിനോട് വേർപ്പെട്ടതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തൊലാഖ് ആയിട്ടുണ്ട്. ഇനി അള്ളാഹുവിൻ്റെ തീരുമാനം വരും വരെ നിങ്ങൾ കാത്തിരിക്കൂ. കാരണം വഹി വരെ അതൊന്നും പറയാൻ പറ്റില്ല. ദീൻ അങ്ങനെയാണ്, നമ്മളിഷ്ടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റൂല. ഇത് കേട്ടപ്പോൾ വീണ്ടും ഹൗല ആവർത്തിച്ച് ഇക്കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആയിഷ ബീവി പറയാണ്, തൊട്ടപ്പുറത്തുള്ള ഹുജറയിലുള്ള ഞാനടക്കം കേട്ടില്ല. ആയിഷ എന്ന് പറയുന്നു, എന്നാൽ 7 ആകാശത്തിന്റെ ഉപരിയിലുള്ള അല്ല കേട്ടു. 7 ആകാശത്തിന്റെ ഉപരിയിലുള്ള അള്ളാഹു കേട്ടു. അല്ലാഹ് ആയത്തിറക്കി, അല്ല വചനമിറക്കി. സൂറത്തുൽ മുജാദല, മുജാദലയുടെ 58-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വചനം ഹൗലയുടെ വിഷയത്തിൽ അവതരിച്ചതാണ്. തർക്കിക്കുന്നവൾ എന്നാണ് മുജാദല എന്ന് പറഞ്ഞർത്ഥം. ഓല വിഷയത്തിൽ ഇറങ്ങിയതാണ്. 7 ആകാശത്തിന്റെ മുകളിലുള്ള അല്ല കേട്ടിട്ട് അല്ല അതിന് പരിഹാരം പറഞ്ഞെന്താ? ആയിഷ ബീവി പറയണ, തൊട്ടപ്പുറത്തുള്ള ഞാൻ കേട്ടില്ല, 7 ആകാശങ്ങൾക്കുപരിയിലുള്ള അല്ല കേട്ടു. ഖദ് സമിഅ അല്ലാഹ് ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ നബിയെ താങ്കളോട് സംസാരിച്ച പെണ്ണിന്റെ സംസാരം തീർച്ചയായും ഞാൻ കേട്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം അല്ലാഹു ആരാണ്? ഇന്നല്ലാഹ സമീഉൻ ബസീർ. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവരുമാണ്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ എന്ന് പറഞ്ഞത്, നിങ്ങളോട് നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം അല്ലാഹു കേട്ടിരിക്കുന്നു, കേൾക്കുന്നവനാണ് എന്നാണ്. ഈ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ. അള്ളാഹുവിൻ്റെ കേൾവിയുടെ ശക്തി എത്രയാണ്. വളരെ പതുക്കെ നബിയോട് സംസാരിച്ച സംസാരം തൊട്ടപ്പുറത്തെ ഹുജറയിൽ ആയിഷ ബീവി കേട്ടില്ല, എത്രയോ ഉപരിയിലുള്ള അല്ല കേട്ടു. അള്ളാന്റെ കേൾവിയുടെ പവർ എത്രയാണ്, അത് പറയാനാണ് ഈ സംഭവം സൂചിപ്പിച്ചത്. അതാണ് അല്ലാഹു അസ്സമീഉ, എല്ലാം സസൂക്ഷ്മമായി കേൾക്കുന്നവനാണ് എന്ന് പറയാൻ കാരണം. ഈ വചനം ഇറങ്ങിയപ്പോൾ ആയിഷ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്. ഈ വചനം ഇറങ്ങിയപ്പോൾ ആയിഷ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലദീ വസിഅ സമഅഹു അൽ അസ്വാത് لقد جاءت المجادلة إلى النبي صلى الله عليه وسلم تكلمه وأنا في ناحية البيت ما أسمع ما تقول. എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ മാത്രം കേൾവി ശക്തി വിശാലമായിരിക്കുന്നു, അങ്ങനെയുള്ളവനാകുന്നു സർവസ്തുതികളും.
തർക്കിക്കുന്ന പെണ്ണ് നബിയുടെ അരികിൽ വന്നു. അവൾ നബിയോട് സംസാരിക്കുന്നു. ആ സമയത്ത് വീടിൻ്റെ ഒരു മൂലയിൽ ഞാനുണ്ട്. ഹൗല എന്താണ് പറഞ്ഞതെന്ന് ഞാനും കേട്ടില്ല, പക്ഷെ അള്ള കേട്ടു. നമ്മുടെ ഉമ്മ പറയാം. അത്ര സൂക്ഷ്മമാണ് റഹ്മാനായ റബ്ബിൻ്റെ കേൾവി. അങ്ങനെയുള്ളവനോടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയുള്ള കഴിവാണത്രേ ആർക്കുള്ളത്? ബാഗ്ദാദിൻ്റെ മണ്ണിൽ കിടക്കുന്ന ഷെയ്ഖ് ജീലാനിക്കുള്ളത്. ഇങ്ങനെയുള്ള കഴിവാണത്രേ ബദറിൽ പോരാടിയ മഹാന്മാരായ ബദരീങ്ങൾക്കുള്ളത്. ഇങ്ങനെയുള്ള കഴിവുണ്ടെന്നാണ് പല ആളുകൾക്കും പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ബദർ യുദ്ധശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി 2 പേർ തുനിഞ്ഞിറങ്ങുകയാണ്. ബദറിൽ ശത്രുക്കളുടെ വലിയ നേതാക്കന്മാരൊക്കെ മരിച്ച യുദ്ധമാണ്. അബൂജഹലിനെ പോലെയുള്ള, ഉത്തുബയെ പോലെയുള്ള, ഷൈബത്തിനെ പോലെയുള്ള, വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള ആളുകളൊക്കെ മലർന്നടിച്ച് മരിച്ചു വീണ യുദ്ധമായിരുന്നു. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ 2 പേർ റസൂലുള്ളാഹിനെ കൊല്ലുമെന്ന് പറഞ്ഞിറങ്ങുകയാണ്. അതിലൊരു വ്യക്തിയുടെ പേര് ഉമൈർ ബിൻ വഹബ് അൽ ജംഹി എന്ന് പറയുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് സഫ്വാൻ ബിൻ ഉമയ്യ. ഈ 2 വ്യക്തികൾ എന്താ തീരുമാനം എടുക്കണേ? മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു കളയുമെന്നാണ്. എന്തുകൊണ്ടാണ് അവർ മാത്രം ശക്തമായിട്ട് രംഗത്തിറങ്ങാൻ കാരണം? ഇവരുടെ ബന്ധുക്കൾ, ഈ പറഞ്ഞ 2 പേരുടെ ഫാമിലി മെമ്പർമാർ ബദറിൽ കൊല്ലപ്പെട്ട കാരണത്താൽ നബിയോട് അവർ കടക്കവയ്യാത്ത പകയായിരുന്നു. അങ്ങനെ ഉമൈർ ബിൻ വഹബും സഫ്വാനും കഅബയുടെ പരിസരത്തുള്ള ഒരു ഹിജ്റിൽ, കഅബയുടെ പരിസരത്തുള്ള ഒരു കല്ലിൽ ഇരിക്കുകയാണ്. ഇവരാണ് നബിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. കഅബന്റെ അടുത്ത് പോലെ ഇരിക്കുകയാണ്. അവൾ ഇരിക്കുന്ന സമയം ചരിത്രത്തിൽ കാണാം, രാത്രിയുടെ കൊടും സമയത്താണ്. രാത്രിയുടെ പരമാവധി കാളിമയുള്ള സമയത്ത് മരുഭൂമിയുടെ കഅബയുടെ പരിസരത്തുള്ള ഒരു കല്ലിൽ അവരിയ്ക്കുകയാണ്. ആരുമില്ല. അവിടെ ഇരുന്ന് 2 പേരും സ്വകാര്യം പറയാണ്, അടക്കം പറയാണ്. ഉമൈർ ബിൻ വഹബ് പറഞ്ഞു, എനിക്ക് കുറെ കടമുണ്ട്. അപ്പുറത്തുള്ള സഫ്വാൻ ബിൻ ഉമയ്യോട് ഉമൈർ പറയാണ്, എനിക്ക് കുറെ കടമുണ്ട്, എനിക്ക് കുറെ കുട്ടികളുമുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ മദീനയിൽ ചെന്ന്, അന്ന് റസൂല മദീനത്താണ് ബദറൊക്കെ നടക്കണേ, മദീനയിൽ ചെന്ന് മക്കത്ത് നടക്കണ ഈ ചർച്ച കഅബന്റെ അടുത്ത്. മദീനയിൽ ചെന്ന് മുഹമ്മദിന്റെ തല ഞാൻ അറുത്തു കളയുമായിരുന്നു, കടമില്ലായിരുന്നെങ്കിൽ, കുട്ടികളില്ലായിരുന്നെങ്കിൽ. ഇത് കേട്ടപ്പോ നട്ടപ്പാതിരാക്ക ആരില്ലാത്ത സ്ഥലത്ത് കൂടെയുള്ള സഫ്വാൻ ബിൻ ഉമയ്യ പറഞ്ഞു, അയ്യോ ബേജാറാവണ്ട, എൻ്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം, നിന്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം, നിനക്ക് എത്ര കടുണ്ടോ അത് ഞാൻ വീട്ടിത്തരാം. ഇതാണ് നിനക്ക് മുഹമ്മദിനെ കൊല്ലാൻ തടസ്സമെങ്കിൽ ഒരു ബേജാറും വേണ്ട, ഈ പൈക്കോ എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. കണ്ടോ, എല്ലാം ഒത്താശി കൊടുക്കുകയാണ്. അങ്ങനെ രാത്രിയുടെ നിഗൂഢതയിൽ ആരുമില്ലാത്ത ആ ചർച്ച അങ്ങനെ അവിടെ തീർന്നു പോവുകയാണ്. അങ്ങനെ ഉമൈർ ബിൻ വഹബ് ഒരു കടാര റെഡിയാക്കി അതിൽ വിഷം കലർത്തി മദീനയിലേക്ക് പോകണം. കാരണം കുട്ടികളെയും കടമൊക്കെ ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? സഫ്വാൻ ബിൻ ഉമയ്യ ഏറ്റെടുത്തു. എനിക്കതായിരുന്നു തടസ്സം. അതൊക്കെ നീങ്ങി അങ്ങനെ കടാരയൊക്കെ മുറിച്ചു കൂട്ടി അതിൽ തേക്കാനുള്ള വിഷമൊക്കെ റെഡിയാക്കി മദീനയിലേക്ക് വാഹനം കയറി. ഉമൈർ എന്ന് പറയുന്ന വ്യക്തി മദീനയിലെത്തി. നബിനെ കൊല്ലാൻ പോവാണ്.
ശ്രദ്ധിക്കണം. ആ സമയത്ത് സഹാബികൾ റസൂലുള്ളാഹിന്റെ മദീന പള്ളിയിൽ ഇങ്ങനെ ദീനീപരമായ ചർച്ചയിലാണ്. ഉമൈർ വരുന്നത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, ദുഷ്ടൻ ഉമൈർ വരുന്നുണ്ട്, വരവ് നല്ലതിനല്ല, വരുന്നുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉമൈർ വരട്ടെ, ഉമൈർ വരട്ടെ എന്ന് പറഞ്ഞു. കൊല്ലാൻ തീരുമാനിച്ചു വന്ന ഉമൈർ പള്ളിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, മദീന പള്ളിയുടെ പുറത്ത് വാതിൽക്ക് എന്നിട്ട് പറഞ്ഞു, ഉമു സുബാഹ, ഉമു സുബാഹ. ഉമു സുബാഹ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈറെ, അള്ളാഹു ഇതിനേക്കാൾ നല്ല തഹിയ്യത്ത് കൊണ്ട് ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട്. നിങ്ങളെ ഗുഡ് മോർണിംഗ് ഒന്നും ഇപ്പോൾ ഇവിടെ ആവശ്യമല്ല. സലാമിനെ കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈറിനോട് തആൽ, അടുത്തു വരൂ എന്ന് പറഞ്ഞു. ശത്രുക്കളോട് പോലും നബി അങ്ങനെയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്താ പറഞ്ഞു? നബി ദുഷ്ടനാണ്, ഉമൈറിനെ നിങ്ങൾക്ക് അറിയാലോ, വേണമെങ്കിൽ നബിക്ക് എന്ത് പറയുന്നോ, ഓനങ്ങോട്ട് അടുപ്പിക്കണ്ട, വേണ്ട പോലെ കൈകാര്യം ചെയ്തോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഉമറിനെ പോലെയുള്ള ആൾക്കാർ. പക്ഷെ ശത്രുക്കളോട് പോലും അവിടുത്തെ പെരുമാറ്റം ശ്രദ്ധേയമാണ്. ഉമൈർ അടുത്തു വന്നു. ആ സമയത്ത് സഹാബികൾ റസൂലിന്റെ ചുറ്റും നിൽക്കുകയാണ്. നബിന് എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് സഹാബികൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അവനെ പിടിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ ഉമൈറെ, താങ്കൾ എന്തിനാണ് അവിടെ വന്ന്? അവൻ്റെ ഉദ്ദേശം നമുക്കറിയാം, നേരത്തെ പറഞ്ഞില്ലേ, എന്തിനാ? കൊല്ലണം. ഉമൈർ എന്തിനാ അങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. ഉമൈർ പറഞ്ഞു, ബദറിലെ യുദ്ധബന്ദികളെ കുറിച്ച് സംസാരിക്കാനാണ്. വാക്ക് മാറ്റി, ബദറിലെ യുദ്ധബന്ദികളെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പം നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കയ്യിലൊരു കടാരയൊക്കെ കാണുന്നുണ്ടല്ലോ, അതെന്തിനാ? കയ്യിലൊരു കടാര കാണുന്നുണ്ടല്ലോ, അതെന്തിനാ? ഉമൈർ പറഞ്ഞു, ആയുധങ്ങൾക്ക് നാശം, ആയുധങ്ങൾക്ക് നാശം. ഈ ആയുധങ്ങൾ കൊണ്ട് വല്ല പ്രയോജനമുണ്ടെങ്കിൽ ഞങ്ങളത് ബദറിൽ എടുക്കൂലായിരുന്നില്ലേ, വെറുതെ വിടുന്ന, നിങ്ങൾ പേടിക്കണ്ട. ഓനവിടെ എത്തിയപ്പോൾ ആകെ ചേലും കോലം മാറി. വന്നത് എല്ലാ വർത്താനൊക്കെ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് പോകുന്നതാ കൊല്ലാന്. എത്ര ദൂരം പോകണമെന്ന് അറിയാം, മക്കത്തുനിന്ന് മദീനയ്ക്ക് 490 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ട് ഓൻ അവിടെ എത്തിയിട്ട് പറയാണ്, വെറുതെ വന്നതാണ്, വെറുതെ വന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, നിങ്ങൾ വന്നത് ബദറിലെ ബന്ദികളെ കുറിച്ച് സംസാരിക്കാനല്ല, ആയുധം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന മെസ്സേജ് തരാനുമല്ല. നീയും സഫ്വാൻ ബിൻ ഉമയ്യയും കഅബയുടെ പരിസരത്തുള്ള ഹിജറിൽ ഇന്നലെ രാത്രി ഇരുന്നീന്നില്ലേ? ഇരുന്നീന്നോ? എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ? ഇത് കേട്ടപ്പോൾ ഉമൈർ ഷോക്കായി. ഉമൈർ കോരിധരിച്ചു പോയി, ശബ്ദചിത്തനായി, ശബ്ദമില്ലാതെയായി. ആരുമില്ലാത്ത ആ നട്ടപ്പാതിരാക്ക് സംസാരിച്ചത് എങ്ങനെയാണ് മദീനത്തുള്ള മുഹമ്മദ് കേട്ടത്? എങ്ങനെയാണ് കേട്ടത്? ആ നിഗൂഢതയിൽ ഞങ്ങൾ സംസാരിച്ചത് ആരാണ് ഇദ്ദേഹത്തെ അറിയിച്ചത് എന്നൊക്കെ മനസ്സിനോട് ഉമൈർ ചോദിച്ചുകൊണ്ടിരിക്കുക. അവസാനം മനസ്സിലുള്ള ചോദ്യം ഉമൈർ പുറത്തേക്ക് ചോദിച്ചു. ഞങ്ങൾ അവിടെ പറഞ്ഞു, നിങ്ങളെങ്ങനെ ഇവിടെ കേട്ടെ? വാട്സപ്പിൻ്റെ ഒക്കെ കാലമാണെങ്കിൽ അങ്ങനെ വന്നാൽ വിചാരിക്കുക.
ഫോണിന്റെ ഒക്കെ കാലമായിരുന്നെങ്കിൽ ആരെങ്കിലും രഹസ്യമായി റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിൽ അത് അയച്ചു കൊടുത്താൽ വിചാരിക്കാം. പക്ഷെ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇങ്ങനെ കേട്ടു നിങ്ങളെ എന്ന് ചോദിച്ചു. അപ്പൊ ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഹബീബുന റസൂലുള്ള വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ സംഭാഷണം കേട്ടത് അസ്സമീ ആണ്. ഈ സംഭാഷണം കേട്ടത് അസ്സമീ ആണ്. എല്ലാം കേൾക്കുന്നവനായ, സസൂക്ഷ്മമായി എല്ലാം അറിയുന്നവനായ അല്ലാഹു കേൾപ്പിച്ചു. അല്ലാഹ് അത് എന്നെ അറിയിച്ചു. ഈ സംഭവം കേട്ടപാടെ പിന്നെന്തുണ്ടായതറിയോ? റസൂലിന്റെ അരികിൽ അങ്ങോട്ട് ചേർന്നിരുന്നു ആരെ? ഉമൈർ. എന്നിട്ട് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, സഹാബികൾ കേൾക്കേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ. കൊല്ലാൻ വന്ന ആള് മുസ്ലിമായി. നാടാകെ പാട്ടായി. ഇദ്ദേഹം മുസ്ലിമായത് നാടാകെ പറഞ്ഞു. ഇതാരും അറിഞ്ഞു? ഈ പോയി കൊന്നോ, എന്റെ കുടുംബവും മക്കളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, സഫ്വാൻ ഇബ്നു ഉമയ്യ. അയാളെ കാതിലും എത്തി. എന്താ എത്തിയത്? ഉമൈർ മുസ്ലിമായി. ഇത് കേട്ട ഉടനെ ഉമൈറിന്റെ മക്കളെയും വീട്ടാനെന്ന് പറഞ്ഞ കടവുമൊന്നും അദ്ദേഹം പിന്നെ ഏറ്റെടുത്തില്ല. അതൊക്കെ അതിനോട് ഒഴിവായി. എന്നാൽ പിൽക്കാലത്ത് ഈ സഫ്വാൻ ഇബ്നു ഉമയ്യയും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമീ ആണ്, എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനാണ് എന്നാണ് ചുരുക്കി പറഞ്ഞത്. അസ്സമീയായ നാഥന്റെ കേൾവിയുടെ പ്രത്യേകത മനസ്സിലാക്കാനാണ് ഈ സംഭവം ഞാൻ സൂചിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര അടക്കത്തിലും ഒതുക്കത്തിലും നിശയുടെ നിഗൂഢതകളിലും ആരോരുമില്ലാത്ത വിജനതയിൽ എവിടെ വെച്ച് നമ്മൾ എത്ര ചെറുതും വലുതുമായ കാര്യങ്ങൾ സംസാരിച്ചാലും അസ്സമീ ആയ റബ്ബ് അത് കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധം എല്ലാ സമയങ്ങളിലും നമുക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ നാഥനോട് നിങ്ങൾ തേടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹാനായ അബൂ മുസ അശ്അരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ. മഹാനായ അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലാണ്. ശ്രദ്ധിക്കണം. ഫകുന്ന ഇദാ അലൗന കബ്ബർന. യാത്രയിൽ ഞങ്ങൾ കുന്നു കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും. അതൊരു സുന്നത്താണ്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ വണ്ടി കയറ്റം കയറുമ്പോൾ എന്താ പറയണ്ടേ? അല്ലാഹു അക്ബർ. അതൊരു സുന്നത്താണ്. പറ്റാവുന്നവരൊക്കെ ഓർത്ത് ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇർബൗ അലാ അൻഫുസിക്കും. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. തക്ബീറൊക്കെ ചൊല്ലിക്കോ, പക്ഷെ അത് വലിയ സൗണ്ടിലൊന്നും പറയണ്ട. ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ തദ്ഊന സമീഅൻ ബസീറൻ ഖരീബൻ. കാരണം നിങ്ങൾ വിളിക്കുന്നത് അസമ്മായവനോടല്ല. അസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങള് ചെവി പൊട്ടിയവനോടല്ല, ചെവി കേൾക്കാത്തവനോടല്ല നിങ്ങൾ തേടുന്നത്. നിങ്ങൾ ആരോടാ തേടുന്നത്? സമീ ആയവനോടാണ്, ബസീറായവനോടാണ്,
ഖരീബായവരോടാണ്. ഇത് മൂന്നിൻ്റെ അർത്ഥം നമുക്കറിയാം. അതുകൊണ്ട് ശബ്ദമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ യാത്രയിൽ, അതേ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസ അശ്അരിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. സഹാബിയുടെ അടുക്കലേക്ക് വന്നു. അബൂ മൂസ പറയുകയാണ്, ആ സമയത്ത് ഞാൻ മനസ്സിൽ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ അടുക്കലേക്ക് നബി വന്നപ്പോൾ ഞാനൊരു ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മൂസന്റെ അടുക്കലെത്തിയ ഉടനെ പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അബൂ മൂസ എന്നാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്. ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. താങ്കൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന. ആരാണോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത്, അവന് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു ഒരു നിധി ഒളിപ്പിച്ചു വെക്കുമെന്നാണ്. അത് സ്വർഗത്തിലൊരു നിധിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അബൂ മൂസ പറയാണ്, എൻ്റെ മനസ്സിൽ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് എങ്ങനെയാ നബി കേട്ടത്? അതാണ് വിഷയം. എൻ്റെ മനസ്സിൽ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് റസൂലുള്ള കേട്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് വഹയിലൂടെ എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബൂ മൂസ മനസ്സിൽ ചൊല്ലിയ ദിക്ർ വരെ അള്ളാന്റെ റസൂലുള്ളാഹിക്ക് അല്ലാഹ് അറിയിച്ചു കൊടുക്കണമെങ്കിൽ ആര് കേൾക്കണം? അല്ലാഹ് കേൾക്കണം. അപ്പൊ അബൂ മൂസയുടെ മനസ്സിൽ ചൊല്ലിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് വരെ ആര് കേട്ടു? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കേട്ടു. അത്ര അഗാധമായ കേൾവിയുടെ അധിപനാണ് നമ്മളൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബ്. അള്ളാഹു നമുക്കെല്ലാം അവനിലേക്ക് കൂടുതൽ അടുക്കാൻ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സവാഉൻ മിൻകും മൻ അസറൽ ഖൗൽ വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ. ഖുർആനിലെ സൂറത്തു റഅദിന്റെ 10-ാമത്തെ വചനം. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? നിങ്ങൾ രഹസ്യമായി സംസാരിച്ചാലും പരസ്യമായി സംസാരിച്ചാലും രാത്രി ഒളിഞ്ഞിരുന്ന് സംസാരിച്ചാലും പകൽ ഇറങ്ങി നടന്ന് സംസാരിച്ചാലും അതെല്ലാം അല്ലാഹു അറിയുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവൻ്റെ കേൾവിയിൽ നിന്ന് ഒന്നും മറഞ്ഞു പോകില്ല, വിട്ടുപോകില്ല, അവ്യക്തമാകില്ല എന്നൊക്കെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഒരു ഖുദ്സിയായ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുറേ പറയാണ്ട്, പക്ഷെ നിർത്തുകയാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു അടിമകളെ വിളിക്കുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും. ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യമുള്ളവരാകട്ടെ അവസാനമുള്ളവരാകട്ടെ മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ അവരെല്ലാവരും ഒന്നടങ്കം ഖാമൂ ഫീ സുഈദിൻ വാഹിദ്, അവരെല്ലാവരും ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടുകയാണ്. ജിന്നും മിൻസും കഴിഞ്ഞു പോയവരും ഇപ്പോൾ നിലവിലുള്ളവരും എല്ലാവരും ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് ഫസഅലൂനി, എന്നിട്ട് അവരെല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, എല്ലാ മനുഷ്യരും എന്നോട് ചോദിക്കുകയാണ്. ഫഅഗ്തൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ഓരോരുത്തരും ചോദിച്ചതെന്താണോ ഞാൻ അവന് നൽകുകയാണ് എങ്കിൽ മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതി ഇദാ ഉദ്ഖിലൽ ബഹർ. നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തരികയാണെങ്കിലും ഒരു സൂചി കടലിൽ മുക്കിയാൽ ആ സൂചിയിൽ എത്രത്തോളം വെള്ളം ഒട്ടിപ്പിടിക്കുമോ അത്രമാത്രമേ എൻ്റെ ഖജാനയിൽ നിന്ന് ചുരുങ്ങിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹ് ഒരു 2 റൂം തരാ, ഒരു ചെറിയ കുഞ്ഞി കിച്ചൺ,
അതല്ല ചോദിക്കണ്ടേ, വിശാലമായ വീട് തന്നെ ചോദിച്ചോ. അല്ല എങ്ങനെങ്കിലും ഒരു ചെറിയൊരു ലഡാക്ക് വണ്ടിയെങ്കിലും, അങ്ങനല്ല, ഒരു നല്ല വണ്ടി തന്നെ ചോദിച്ചോ. ചോദിക്കുമ്പോ പിശുക്കണ്ട, എല്ലാം വിശാലമായി തരുന്നവനാണ് അള്ളാഹു. അള്ളാഹു എത്ര തന്നാലും സൂചി വെള്ളത്തിലാണ് മുക്കി, കടലിൽ എന്ന് പറഞ്ഞ കടലിൽ സൂചി മുക്കി പൊന്തിച്ചാലേ ആ സൂചി എന്ത് ബാക്കിയുണ്ടാവും, അത്ര കുറയുള്ളൂ. ഇതെന്തിനാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഒരുമിച്ച് വിളിച്ചാലും അത് കേട്ട് അതിന് പരിഹാരം നൽകാൻ, അല്ലേ, ഓരോന്നിനും വ്യത്യസ്തമായ പരിഹാരം നൽകാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു. അതാണ് അസ്സമീഅ്. ഇനി അസ്സമീആയ നാഥന്റെ കേൾവിക്ക് ചില തേട്ടങ്ങളുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിന്റെ കേൾവി എന്ന് പറഞ്ഞ ഭാഗത്ത് നാം സാധാരണ പറയുന്ന പോലത്തെ കേൾവിയല്ല അത്. പിന്നെയോ ശരിക്കും പഠിക്കേണ്ട ഒരു മേഖലയാണ്. അള്ളാഹുവിന്റെ കേൾവിയുടെ തേട്ടം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് നൽകലാണ്, ഒരു ഭീഷണിപ്പെടുത്തലുമാണ്. അതാണ് അവന്റെ കേൾവി എന്ന് പറഞ്ഞാൽ, ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ പറയണതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഒരു താക്കീതാണ്. അതാണ് അള്ളാഹുവിന്റെ കേൾവിയുടെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ. തീർച്ചയായും അള്ളാഹു കേട്ടിരിക്കുന്നു, അള്ളാഹു ഫഖീറാണ്, ദരിദ്രനാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക് ഞങ്ങൾ ധനികരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച ഒരു കാര്യം. ഈ വാദം പറഞ്ഞവരുടെ വാക്ക് അള്ളാഹു കേട്ടു എന്ന് പറഞ്ഞാൽ, അതായത് ഞങ്ങളാണ് ധനികർ, അല്ലാഹ് ഫഖീറാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക് അല്ലാഹ് കേട്ടു എന്നാണ് അതിൽ പറഞ്ഞത്. അള്ളാഹു കേട്ടു എന്ന് പറഞ്ഞാൽ ആ കേട്ടു എന്ന് പറഞ്ഞത് ഒരു ഭീഷണിയുടെ സംസാരമാണ്. അതായത് ഞങ്ങളാണ് ധനികർ, അല്ലാഹ് ഫഖീറാണ് എന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. അതെന്താണ്? അതൊരു ഭീഷണിയുടെ കേൾവിയാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് പറഞ്ഞത്. മനുഷ്യകുലത്തിൽ ഈ വാക്ക് പറഞ്ഞവരാരാ? ഞങ്ങളാണ് ധനികന്മാർ, അല്ലാഹ് ഫഖീറാണെന്ന് പറഞ്ഞവരാരാ? ജൂതന്മാരാണ്. ആ ജൂതന്മാരിൽ നിന്നാണ് എല്ലാ ദിവസവും നമ്മൾ രക്ഷ തേടുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, പിന്നെന്താ പറയണേ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവേ നിന്റെ കോപത്തിനിരയായവർ, ഐ അൽ യഹൂദ്, അത് ജൂതന്മാരാണ്. വലല്ലാലീൻ, വഴിപിഴച്ചവർ, ഐ അന്നസാറ, അത് ക്രിസ്ത്യാനികളാണ്. ഈ ജൂതന്മാരുടെ വാദം തന്നെ എന്താ? അല്ലാഹ് ഫഖീറാണ്, ഞങ്ങളാണ് ധനികന്മാർ. അപ്പൊ അല്ലാഹ് പറയണ, നിങ്ങളാ പറഞ്ഞത് ഞാൻ കേട്ടു. അല്ലാഹ് ആ കേട്ടു എന്ന് പറഞ്ഞ എന്താണ്? അതൊരു ഭീഷണിയുടെ കേൾവിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ കേൾവിക്ക് ഇങ്ങനെയൊരു തേട്ടമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും. മനുഷ്യർ വിചാരിക്കുകയാണോ അവരുടെ രഹസ്യവും ഗൂഢാലോചനയും ഞാൻ കേൾക്കുകയില്ല എന്ന് മനുഷ്യർ വിചാരിച്ചിരിക്കുകയാണോ? ഇത്തരം ആളുകൾ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് അള്ളാഹുവിന്റെ താക്കീത്. രണ്ടാമത്തത്, അസ്സമീ എന്ന് പറയുന്ന തേട്ടത്തിന്റെ രണ്ടാമത്തെ തേട്ടം, അല്ലാഹ് കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നൊരർത്ഥത്തിനുണ്ട്. സ്ഥൈര്യം പകരുന്നവനായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരർത്ഥം അതിനുണ്ട്. സഹായിക്കുന്നവനായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗത്ത് മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അള്ളാഹു പറഞ്ഞില്ലേ, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയിലെ ഒരു വചനമാണത്. ഇദ്ഹബ് ഇലാ ഫിർഔൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിങ്ങൾ ഫിർഔനിന്റെ അടുക്കലേക്ക് പോകണം, കാരണം ഇന്നഹു തഗാ, അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റായ വാക്കുകൾ കൊണ്ടാണ് അവനെ അഭിസംബോധന ചെയ്യേണ്ടത്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ,
ഒരു പക്ഷേ അവൻ ഭയപ്പെട്ട് തിരിച്ചു വന്നേക്കാം, അല്ലെങ്കിൽ അവൻ ചിന്തിച്ചേക്കാം. അതുകൊണ്ട് മാന്യമായിക്കൊണ്ടായിരിക്കണം അവനോട് സംസാരിക്കേണ്ടത്. അവർ രണ്ടുപേരും അവന്റെ അടുക്കലേക്ക് പോകുമ്പോൾ മൂസാ നബിയും ഹാറൂൻ നബിയും പറയുന്നുണ്ട്, ഖാല റബ്ബന ഇന്നന നഖാഫു അൻ നഫ്റുത അലൈന ഔ യത്ഗാ. ഞങ്ങളുടെ രക്ഷിതാവേ, അതായത് മൂസാ നബിയും ഹാറൂൻ നബിയും ഫിറൗന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ പറയുന്ന വാക്കാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ രണ്ടുപേരും അവന്റെ അടുക്കൽ ചെന്നാൽ അവൻ അതിക്രമം കാണിച്ചാലോ? അവൻ അതിക്രമം കാണിച്ചാലോ? ഓന് പേടി സംഭവിക്കാൻ, കാരണം ഓനെ ആള് ശരിയല്ല, ഫിറൗൻ പുടുത്തമുട്ട കേസാണ്, ഓ എന്തും ചെയ്യും. അങ്ങനെ സംഭവിച്ചാലോ? അഹങ്കാരത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചാലാണ് അവന്. മനുഷ്യരക്തം കണ്ടുകൊണ്ട് അറപ്പ് തീരാത്തവനാണവൻ. ഇങ്ങനെയുള്ള ആളോട് എന്ത് പറയാനാ പോണത്? ഞങ്ങളീ കൂട്ടും നിങ്ങളെ കൂടെ എന്ന് പറയാനല്ല, നീ ദൈവമല്ല എന്ന് പറയാനാ പോണത്. ഇസ്രായേലിനെ വിട്ടുതരണം അടിമത്തത്തിൽ നിന്നെന്ന് പറയാനാ പോണത്. നീ അല്ലയല്ല എന്ന് പറയാനാ പോണത്. അപ്പോൾ അല്ലാഹു പറഞ്ഞു, നിങ്ങളൊരു വിഷയത്തിലും പേടിക്കേണ്ട മൂസ. ഖാല ലാ തഖാഫ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആളുകളുടെ അടുക്കിലേക്ക് ദൈവത്തിന് പോകുമ്പോഴും നമുക്ക് ഈ വചനം സമാധാനമേകണം. ഏതാണ് ആ വചനം? ഖാല ലാ തഖാഫ. നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട, ഇന്നനി, തീർച്ചയായും ഞാനുണ്ട്, മഅകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ, അസ്മഉ വ അറാ, കേൾക്കുന്നവനായും കാണുന്നവനായും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. ഈ കേൾവി എന്താ? ഒരു സഹായത്തിന്റെ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ ഒരു സ്ഥൈര്യം നൽകുന്ന വാക്കാണ്. അപ്പൊ അല്ല കേൾക്കുന്നവനാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ തേട്ടെന്താ? സ്ഥൈര്യം നൽകുന്ന, സഹായം നൽകുന്ന ചില പ്രയോഗങ്ങളായിരിക്കും. ഇവിടെ മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അല്ല നടത്തിയത് അങ്ങനെയൊരു പ്രയോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ കാര്യം കൂടി ചേർത്ത് വെച്ച് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ തേട്ടെന്താണെന്നറിയോ? ഒന്ന്, അള്ളാഹു ഭീഷണി സ്വരത്തിൽ കേൾക്കുന്നവനാണെന്ന് പറയും. രണ്ടാമത്തത് സ്ഥൈര്യം നൽകാനും സഹായിക്കാനും പറയും. മൂന്നാമത് അല്ല കേൾക്കുന്നവനാണെന്നല്ല പറയുന്നത് എങ്ങനെയാ? അവന്റെ കേൾവിയുടെ തേട്ടം കേട്ട് ഉത്തരം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തത്. തേടുന്നവനാരാണോ അവന്റെ ആ തേട്ടം കേട്ട് ഉത്തരം തരുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. നമസ്കാരത്തിലെ റുക്കൂഇൽ നിന്നും ഉയരുമ്പോൾ നമ്മൾ എന്താ പറയണേ? സമി അല്ലാഹു ലിമൻ ഹമിദ. എന്താ അതിൻ്റെ അർത്ഥം? സഹോദരങ്ങൾ, എന്താ അതിൻ്റെ അർത്ഥം? അർത്ഥം അറിയാത്തവനാരെങ്കിലുണ്ടോ? അതിൻ്റെ അർത്ഥം, തന്നെ സ്തുതിച്ചവനാരാണോ ആ സ്തുതിക്കപ്പെട്ടവൻ ആ വാക്ക് കേട്ടിരിക്കുന്നു, അല്ല കേട്ടിരിക്കുന്നു. തന്നെ സ്തുതിച്ചവനെ അല്ല കേട്ടിരിക്കുന്നു എന്നല്ലേ നമ്മൾ പറയണേ? അപ്പൊ നമ്മളെ പ്രാർത്ഥനകൾ കേൾക്കാൻ അല്ല സദാസമയം സന്നദ്ധനാണെന്നുള്ള തേട്ടം കൂടി അസ്സമീഉ എന്നുള്ള നാമത്തിലുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലിൻ ലാ യുസ്മഅ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലിൻ ലാ യുസ്മഅ. അല്ലാഹുവേ, കേട്ട് ഉത്തരം ചെയ്യപ്പെടാത്ത എല്ലാ ദുആകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. കേട്ടിട്ട് ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും. ഒന്നുകിൽ ഹറാമ് തിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രാർത്ഥനകളുടെ സിഫത്തുകൾ ഒത്തു വന്നിട്ടുണ്ടാവില്ല. അത്തരം ദുആകളിൽ നിന്ന് അല്ലാഹ് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് ആര് പ്രാർത്ഥിച്ചു? നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. ഒന്നുകൂടി പറഞ്ഞ് നമുക്കത് പഠിയും. നമുക്ക് അറിയണ വാക്കുകളാണ് അതിൽ കൂടുതലുള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലിൻ ലാ യുസ്മഅ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലിൻ ലാ യുസ്മഅ. അല്ലാഹുവേ, കേട്ട് ഉത്തരം ചെയ്യാത്ത എല്ലാ ദുആകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അവസാനിപ്പിക്കാനായി എന്ന് തോന്നുന്നു. ചില ബോഡികൾ മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ. സക്കരിയ നബി അലൈഹിസ്സലാം, അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, പറയുന്നു വേണ്ട, കണ്ട മനസ്സിലാവും. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് നടത്തിയ ദുആയിൽ കാണാം, ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. ഇതെപ്പോഴാ പ്രാർത്ഥിച്ച്? മറിയം ബീവിന്റെ അടുക്കലുള്ള കറാമത്ത് കണ്ടപ്പോ
എന്താ പ്രാർത്ഥിച്ചത്? റബ്ബേ, നിന്റെ അടുക്കൽ നിന്ന് ഒരു ത്വയ്യിബായ സന്താനത്തെ തരണമേ. മക്കളുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. എന്നിട്ട് അദ്ദേഹം ആ പ്രാർത്ഥന അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഇന്നക സമീഉദ് ദുആ, ഇന്നക സമീഉദ് ദുആ. നമ്മൾ എന്തുകൊണ്ടാ സമസ്തക്കാരോട്, മഹാന്മാരോട് തേടല്ലേ, അമ്പിയാക്കന്മാരോട് തേടല്ലേ, ഔലിയാക്കന്മാരോട് തേടല്ലേ എന്ന് പറയുന്നത്? പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്. അതാണ് സമീഉദ് ദുആ. നിങ്ങൾ നടത്തുന്നതിന് നിങ്ങൾ എന്ത് ഓമന പേരിട്ടാലും അത് പ്രാർത്ഥനയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ്. സിസ്റ്റംസുകൾ ഒന്നുമില്ലാത്ത കേൾവിയാണ്, അഭൗതികമാണ്. ആ തേട്ടം റബ്ബിനോട് മാത്രം. കാരണം സമീഉദ് ദുആ അല്ലാഹു മാത്രമാണ്. അതാണ് മഹാനായ സക്കരിയ നബി അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. എന്ത് പ്രാർത്ഥിച്ചപ്പോ? കുട്ടിക്ക് വേണ്ടി തേടിയപ്പോ. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിന്റെ ഏതെങ്കിലും ഒരു പേരവിടെ ഫിറ്റ് ചെയ്താലേ ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ. ഇനി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ സമീ ആയ നാഥ എന്ന് വിളിച്ച് നിങ്ങളൊന്ന് തേടിയൊക്കെയാണ്. അതിന് മുമ്പത്തെ പ്രാർത്ഥനയെക്കാൾ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഖുർആൻ പറഞ്ഞതാണത്. അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തില്ലേ? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. സക്കരിയ നബിക്ക് എങ്ങനെ അള്ളാഹു ഉത്തരം കൊടുത്തത്? യഹ്യ എന്നുള്ളൊരു കുട്ടിക്ക് പേരിട്ടാണ് കൊടുത്തത്. അള്ളയാണ് യഹ്യ നബിക്ക് പേര് കൊടുത്തത്. യഹ്യ എന്നുള്ളൊരു കുട്ടിയെ അള്ളാഹു നൽകി എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു കേൾക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്നുള്ള ഒരു തേട്ടം കൂടി അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിരിക്കും അടുത്ത ആഴ്ച ഉണ്ടാവുക. കാരണം ഒന്ന് തീരാതെ നമ്മൾ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അസ്സമിയൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് അടുത്തുണ്ടാവുക. കൂടുതൽ ശ്രദ്ധേയമായ ചരിത്രങ്ങളും ഹദീസുകളും നമുക്കവിടെ സൂചിപ്പിക്കാനുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും വരണം എന്ന് സൂചിപ്പിക്കാൻ. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും ഈ പള്ളിയിൽ ഇങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്നാൽ വലിയ കൂലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. നമുക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മളിവിടെ ചെലവഴിച്ച ജീവിതത്തിലെ വിലപ്പെട്ട ഈ കുറച്ച് സമയം നാളെ പരലോകത്ത് അല്ലാഹു ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരമലായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൻ്റെ ഗതകാലങ്ങളിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും, വിശാലമായി പാപങ്ങൾ പൊറുക്കുന്ന ഗഫൂറായ റബ്ബ് നമുക്കെല്ലാം വിട്ടുപുറത്ത് നമ്മയെല്ലാം അവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളും അല്ലാഹു നമ്മളിൽ നിന്ന് എന്തെല്ലാം കുറവുകൾ നമ്മുടെ നന്മകളിൽ വന്നിട്ടുണ്ടോ അതെല്ലാം ദൂരീകരിച്ച് അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും കബൂലാക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.